ഹലോ നമസ്കാരം, ഞാൻ സുഭാഷ് മാസ്റ്റർമൈൻഡ് പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രിഗണോമെട്രി പാർട്ട് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 ബേസിക് ആയ ക്ലാസ്, പാർട്ട് 2 അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം പഠിച്ചാൽ ഒരു മാർക്ക് ഷുവർ. പാർട്ട് 3 കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ക്വസ്റ്റ്യൻസ്. പാർട്ട് 4, 5, 6 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നേരെ പാർട്ട് 4ലേക്ക് പോകല്ലേ. അതിനു മുമ്പേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പാർട്ട് 1, 2, 3 ഒന്ന് കണ്ടിട്ട് വരിക. നേരെ പാർട്ട് 4ലേക്ക് പോവുകയാണ്. പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 3 കാര്യങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 കാര്യങ്ങൾ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് കോട്ട് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ദെൻ ടാൻ 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ. And cot 90 minus theta is equal to tan theta. ഈ 3 കാര്യങ്ങൾ മാത്രം നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഓർത്ത് വെച്ചാൽ മതി. cot theta into tan theta is equal to 1. tan 90 minus theta is equal to cot theta. cot 90 minus theta is equal to tan theta. cot is equal to tan is equal to 1 by cot അല്ലേ. ടാനും കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടല്ലേ. അപ്പോൾ ടാൻ 90 മൈനസ് തീറ്റ ആണെങ്കിൽ കോട്ട് തീറ്റയും, കോട്ട് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റയും. ടാൻ തീറ്റയും കോട്ട് തീറ്റയും കൂടിയും വന്നു കഴിഞ്ഞാൽ ഒന്നായിരിക്കും. കോട്ട് തീറ്റ ടാൻ തീറ്റ ഉദ്ദേശിച്ചത് കോട്ട് 45 ഇൻറ്റു ടാൻ 45 ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം കോട്ട് 45 എത്രയാണ്? 1 ആണ്. ടാൻ 45 1 ആണ്. 1 ഇൻറ്റു 1 1 ആണ്. ഓക്കെ, അതേപോലെ കോട്ട് 30 നോക്കിയേ, ഇൻറ്റു ടാൻ 30. കോട്ട് 30 എത്രയാണ്? കോട്ട് 30 ടാൻ 30 നമുക്കറിയാം 1/√3 ആണ്. കോട്ട് 30 എന്തായിരിക്കും? √3 അല്ലേ. 1/√3 ഇൻറ്റു √3 1. വളരെ ഈസി അല്ലേ. അപ്പോൾ തോർത്ത് വയ്ക്കാൻ വളരെ ഈസി അല്ലേ. കോട്ട് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണ്. കാരണം കോട്ടും ടാനും ഉൾട്ടയാണ്. ദെൻ ടാൻ 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോട്ട് തീറ്റയാണ്. കോട്ട് 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. സോറി, ടാൻ തീറ്റയാണ്. ഈ ഒരു 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ള ഒരു ഏരിയയാണ് ടാന്, കോട്ട് ഒക്കെ വെച്ചിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ പാർട്ട് 5ലേക്ക് സൈനുമായി ബന്ധപ്പെട്ട ടാനുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് കഴിഞ്ഞാൽ 6ാമത്തേക്ക് പാർട്ട് 6ലേക്ക് പോവുകയാണെങ്കിൽ ഒരു SSC CGL പാർട്ട് 2ലേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഇത്തിരിയും കൂടി അഡ്വാൻസ്ഡ് ആയ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നേരെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കുകയല്ലേ. അങ്ങനെ പാർട്ട് 4ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കി, കോട്ട് 10 ഡിഗ്രി ഇൻറ്റു കോട്ട് 60 ഇൻറ്റു കോട്ട് 20 ഇൻറ്റു കോട്ട് 70 ഇൻറ്റു കോട്ട് 80 എന്താണ് വാല്യൂ? ഇതിൻ്റെ കോട്ട് 10ൻ്റെ വാല്യൂ നമുക്കറിയില്ല. ബട്ട് കോട്ട് 60യുടെ വാല്യൂ അറിയാം, കോട്ട് 20യുടെ വാല്യൂ അറിയില്ല, കോട്ട് 70യുടെ വാല്യൂ അറിയില്ല, കോട്ട് 80യുടെ വാല്യൂ അറിയില്ല. ഇതിന് നമുക്ക് ആകെ അറിയുന്നത് കോട്ട് 60യുടെ വാല്യൂ മാത്രമാണല്ലേ. ഓക്കെ, കോട്ട് 60 എത്രയാണ്? കോട്ട് 60 എത്രയാണ്? ടാൻ 60 എത്രയാണ്? √3 അല്ലേ. സോ കോട്ട് 60 എന്തായിരിക്കും? 1/√3 ആയിരിക്കും അല്ലേ. അതറിയാം. ഇനി കോട്ട് 10 ഉണ്ട്, കോട്ട് 20 ഉണ്ട്, കോട്ട് 70 ഉണ്ട്, കോട്ട് 80 ഉണ്ട് അല്ലേ. ഈ കോട്ട് 10 നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് 10 മാറ്റി എഴുതുമ്പോൾ കോട്ട് 90 മൈനസ് 80 എന്ന് എഴുതിക്കൂടെ. കോട്ട് 90 മൈനസ് 80, കോട്ട് 60യുടെ വാല്യൂ 1/√3 ഇൻറ്റു കോട്ട് 20 എങ്ങനെ എഴുതാം? കോട്ട് 20 കോട്ട് 90 മൈനസ് 70 എന്ന് എഴുതിക്കൂടെ, ഇൻറ്റു കോട്ട് 70 ഇൻറ്റു കോട്ട് 80. ഓക്കെ, കോട്ട് 10 നമ്മൾ എങ്ങനെ എഴുതി? കോട്ട് 90 മൈനസ് 80 എന്ന് എഴുതി. കോട്ട് 60യുടെ വാല്യൂ നമുക്കറിയാം 1/√3 ആണ്. കോട്ട് 20 നമ്മൾ എങ്ങനെ എഴുതി? കോട്ട് 90 മൈനസ് 70, 90 മൈനസ് 70 20 അല്ലേ. കോട്ട് 70 അങ്ങനെ തന്നെ എഴുതി, കോട്ട് 80 അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ നമ്മൾ പഠിച്ച സാധനമാണ് എല്ലാം എടുക്കുന്നത്. കോട്ട് 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. കോട്ട് 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. കോട്ട് 90 മൈനസ് 80 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? അപ്പോൾ ടാൻ 80. കോട്ട് 90 മൈനസ് 80 ഇസ് ഈക്വൽ ടു cot 90 minus theta is equal to tan theta. So tan
കോട്ട് 90 മൈനസ് 80 ഈസ് ഈക്വൽ ടു ടാൻ 80 ഇൻറ്റു 1/√3 ഇൻറ്റു കോട്ട് 90 മൈനസ് 70 എന്തായിരിക്കും? കോട്ട് 90 മൈനസ് 70, കോട്ട് 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, ദാറ്റ് ഈസ് ടാൻ 70 ഇൻറ്റു കോട്ട് 70 ഇൻറ്റു കോട്ട് 80. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടൊന്ന് ജസ്റ്റ് എഴുതി പോവാം. ഓക്കെ, കോട്ട് 80 അങ്ങോട്ട് കൊണ്ടുവരാം. കോട്ട് 80 ഇൻറ്റു ടാൻ 80 ഇൻറ്റു 1/√3 ഇൻറ്റു ടാൻ 70 ഇൻറ്റു കോട്ട് 70. ഇനി ഫസ്റ്റിലേക്ക് നോക്കിയേ, കോട്ട് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. കോട്ട് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. കോട്ട് 80 ഇൻറ്റു ടാൻ 80 1 ആണ്. 1 ഇൻറ്റു 1/√3 ഇൻറ്റു ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ, അതന്നല്ലേ സാധനം, ടാൻ 70 ഇൻറ്റു കോട്ട് 70 ഈക്വൽ ടു അതും 1 ആണ്, ഈക്വൽ ടു 1/√3. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഭയങ്കര ഭീകരമായി തോന്നിയെങ്കിലും ആൻസർ വളരെ ഈസി അല്ലേ, അതിലേക്ക് എത്തുന്ന വഴികളും വളരെ ഈസി അല്ലേ. ഈ ഒരു 3 കാര്യം നമ്മളെ മനസ്സിലുണ്ടായാൽ പോരെ, ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ സാധനം അവിടെ മനസ്സിൽ സെറ്റ് ആവും. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ടാൻ 7 ഇൻറ്റു ടാൻ 23 ഇൻറ്റു ടാൻ 60 ഇൻറ്റു ടാൻ 67 ഇൻറ്റു ടാൻ 83. ഇതിൽ ടാൻ 7 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയില്ല, 23യുടെ വാല്യൂ അറിയില്ല, ടാൻ 60യുടെ വാല്യൂ നമുക്കറിയാം √3 ആണ്. ടാൻ 67ന്റെ വാല്യൂ അറിയില്ല, ടാൻ 83യുടെ വാല്യൂ അറിയില്ല. ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയേ. ടാൻ 7 അവിടെ തന്നെ നിർത്തി. ടാൻ 7 ഇൻറ്റു ടാൻ 23 അവിടെ നിർത്തി ഇൻറ്റു ടാൻ 60യുടെ വാല്യൂ നമുക്കറിയാം √3 ആണ്. ടാൻ 60യുടെ വാല്യൂ നമുക്കറിയാം √3 ആണ്. ഓക്കെ, ദെൻ ഇൻറ്റു ടാൻ 67 നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ 90 മൈനസ് 23 എന്ന് എഴുതിക്കൂടെ? ടാൻ 67 90 മൈനസ് 23, 67 23, 60 20 80, 7 3 10 90 അല്ലേ? സോ 90 മൈനസ് 23 67 എന്നല്ലേ? ഇൻറ്റു ടാൻ 83 എങ്ങനെ എഴുതാം? ടാൻ 90 മൈനസ് 7 എന്ന് എഴുതിക്കൂടെ? ടാൻ 90 മൈനസ് 7 അല്ല 83. ടാൻ 7 ഇൻറ്റു ടാൻ 23 ഇൻറ്റു ടാൻ 60യുടെ വാല്യൂ √3 ആണ് നമുക്കറിയാം, √3 ഇൻറ്റു ടാൻ 90 മൈനസ് 23. ടാൻ 90 മൈനസ് തീറ്റ എന്താണ്? കോട്ട് തീറ്റ അല്ലേ? ടാൻ 90 മൈനസ് തീറ്റ, ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റ അല്ലേ? ടാൻ 90 മൈനസ് 23 എന്താണ്? അപ്പോൾ കോട്ട് 23 അല്ലേ? കോട്ട് 23. ടാൻ 90 മൈനസ് 7, ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റ. ടാൻ 90 മൈനസ് 7 എന്താണ്? അപ്പോൾ കോട്ട് 7 അല്ലേ? കോട്ട് 7 അല്ലേ? ഇനി ഒന്ന് നോക്കിയേ, ടാൻ 7 ഉണ്ട്, കോട്ട് 7 ഉണ്ട്. ടാൻ 7 ഇൻറ്റു കോട്ട് 7, ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ. ടാൻ 7 ഇൻറ്റു കോട്ട് തീറ്റ എന്താണ് ആൻസർ? 1 അല്ലേ? 1 ഇൻറ്റു ടാൻ 23 ഉണ്ട്, കോട്ട് 23 ഉണ്ട്. ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ 1 അല്ലേ? 1. പിന്നെ എന്താ ഉള്ളത്? √3 അല്ലേ ഉള്ളത്? സോ ആൻസർ എന്താണ് നമ്മളെ? √3. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ സ്ലോ ആയിട്ട് ചെയ്യാണ്. ഈ ഒരു 3 കാര്യം മനസ്സിലുണ്ടെങ്കിൽ സെറ്റാക്കി കഴിഞ്ഞാൽ എന്താണ്, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് 2 സ്റ്റെപ്പിനുള്ള ആൻസർ ആയി അല്ലേ? സോ ആൻസർ ഈസ് √3. ഓക്കെ ആണല്ലോ? കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയാലോ? അങ്ങനെ അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കോട്ട് π/20 ഇൻറ്റു കോട്ട് 3π/20 ഇൻറ്റു കോട്ട് 5π/20 ഇൻറ്റു കോട്ട് 7π/20 ഇൻറ്റു കോട്ട് 9π/20 എന്താണ് ഇതിൻ്റെ വാല്യൂ? ഇതുവരെ നമ്മൾ ഡിഗ്രിയിലാണ് വാല്യൂസ് ഉണ്ട്. ഇതെന്താ ഇപ്പോൾ റേഡിയനിലായല്ലേ? പൈ ഈക്വൽ ടു 180 ആണെന്ന് നമുക്കറിയാം. π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ആണ് നമുക്കറിയാം. π/20 അപ്പോൾ എത്രയായിരിക്കും? 9 ആയിരിക്കൂലേ? π/20 9 ആയിരിക്കും. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയേ. കോട്ട് 9 ഇൻറ്റു കോട്ട് 3π/20 പറയുമ്പോൾ 3 ഇൻറ്റു 9 കോട്ട് 27 ഇൻറ്റു കോട്ട് 5/20 എന്ന് പറയുമ്പോൾ കോട്ട് 5 ഇൻറ്റു 9 കോട്ട് 45 ഇൻറ്റു കോട്ട് 7/20 എന്ന് പറയുമ്പോൾ കോട്ട് 7 ഇൻറ്റു 9 കോട്ട് 63 ഇൻറ്റു
കോട്ട് 9/20 പറയുമ്പോൾ കോട്ട് 81. ഇതല്ലേ സാധനം. കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നി സ്കിപ്പ് അടിച്ച് പോകും. പക്ഷെ എന്താണ് 180, പൈ ഈക്വൽ ടു 180 ആണ്. π/20 എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ എന്ത് ചെയ്യുക, കോട്ട് π/20 പറഞ്ഞാൽ 9 ആണ്. 3π/20 3 × 9 27 ആണ്. 5π/2 5 × 9 45 ആണ്. 7π/2 7 × 9 63 ആണ്. 9π/2 9 × 9 81 ആണ്. ഇപ്പം നമുക്കറിയുന്ന വാല്യൂസ് ആയല്ലോ. ഇനി 9 ഉണ്ട്, 27 ഉണ്ട്, 45 ആണ്, 63 ആണ്, 81 ആണ്. ഇതിൽ നമുക്ക് 45ൻ്റെ വാല്യൂ അറിയാം അല്ലേ. കോട്ട് 45ൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. കോട്ട് 9 അവിടെ നിർത്തി, ഇൻറ്റു കോട്ട് 27 അവിടെ നിർത്തി. കോട്ട് 45ൻ്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു കോട്ട് 63 നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് 90 - 63 എന്ന് എഴുതിക്കൂടെ? സോറി, 90 - 27 എന്ന് എഴുതിക്കൂടെ? കോട്ട് 90 - 27 അല്ലേ 63. ആൻഡ് കോട്ട് 81 എങ്ങനെ എഴുതാം? കോട്ട് 90 - 9 എന്ന് എഴുതിക്കൂടെ? 90 - 9 81. കോട്ട് 81 എന്നല്ലേ വരിക. ഇതിപ്പോൾ എന്തായി? കോട്ട് 90 - തീറ്റ ടാൻ തീറ്റ അല്ലേ. കോട്ട് 9 ഇൻറ്റു കോട്ട് 27 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ 1 ആണ് ഇൻറ്റു കോട്ട് 90 - തീറ്റ കോട്ട് 90 - തീറ്റ കോട്ട് 90 - തീറ്റ കോട്ട് 90 - തീറ്റ ടാൻ തീറ്റ അല്ലേ. ടാൻ 27 ഇൻറ്റു കോട്ട് 90 - 9 ടാൻ 9. കോട്ട് 9 ഉണ്ട്, ടാൻ 9 ഉണ്ട്. കോട്ട് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. കോട്ട് 9 ഇൻറ്റു ടാൻ 9 1 ആണ്. ദെൻ കോട്ട് 27 ഉണ്ട്, ടാൻ 27 ഉണ്ട്. കോട്ട് 27 ഉണ്ട്, ടാൻ 27 ഉണ്ട്. കോട്ട് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ 1 അല്ലേ. സോ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ആൻസർ വിൽ ബി 1. ഓക്കെ, വളരെ ഈസി അല്ലേ. ഇങ്ങനെ റേഡിയനിൽ കാണുമ്പോൾ വേഗം പറ്റുന്ന പോലെ നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റുക. ഈ 3 കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോക്കുക, ആൻസറിലേക്ക് എത്തുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. കോട്ട് 18 ഇൻറ്റു ഒരു ബ്രാക്കറ്റ് ആണ്. കോട്ട് 72 ഇൻറ്റു കോസ് സ്ക്വയർ 22 പ്ലസ് 1/tan 72 ഇൻറ്റു സീക്സ് സ്ക്വയർ 68. ഇതുവരെ കണ്ട ക്വസ്റ്റ്യനിൽ ടാനും കോട്ടും മാത്രം, അല്ലെങ്കിൽ കോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. കോട്ടും ടാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കോസ് സ്ക്വയർ ഉണ്ട്, സീക്സ് സ്ക്വയർ ഉണ്ട്. എന്ത് ചെയ്യും? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇതിൻ്റെ ഉള്ളിലുള്ളതിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. പുറത്തുള്ളതിനെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. ഫസ്റ്റ് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോട്ട് 18 ഇൻറ്റു കോട്ട് 72 ഇൻറ്റു കോസ് സ്ക്വയർ 22 പ്ലസ് കോട്ട് 18 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? കോട്ട് 18 ഡിവൈഡ് ബൈ ടാൻ 72 ഇൻറ്റു സീക്സ് സ്ക്വയർ 68. ഇവിടെ കോട്ട് 18 ഉണ്ട്, കോട്ട് 72 ഉണ്ട്. ഈ കോട്ടിനെ എങ്ങനെ മാറ്റാം? കോട്ട് 90 - 18 എന്നായിക്കൂടെ. ഈ 72നെ കോട്ട് 90 - 18 എന്നാക്കിക്കൂടെ. ഇവിടെ മാറ്റി നോക്കിയേ, ഇവിടെയും മാറ്റി. ടാൻ 90 - 18. ഓക്കെ, ഇവിടെ ടാൻ 72 എങ്ങനെ മാറ്റി? ടാൻ 90 - 18 എന്നാക്കി. ഇവിടെ കോട്ട് 72 എങ്ങനെ മാറ്റി? കോട്ട് 90 - 18 എന്നാക്കി. ഇവിടെ എഴുതി വെച്ചാൽ ഞാൻ മായ്ച്ച് കളഞ്ഞ് ഒന്ന് ഓർത്ത് നോക്കിയേ. കോട്ട് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1. കോട്ട് 90 - തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ 90 - തീറ്റ ഇസ് ഈക്വൽ ടു കോട്ട് തീറ്റ. ഇപ്പം എന്തായി? കോട്ട് 18 ഇൻറ്റു കോട്ട് 90 - തീറ്റ ടാൻ 18 ടാൻ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ 22 പ്ലസ് കോട്ട് 18 ഡിവൈഡഡ് ബൈ ടാൻ 90 - തീറ്റ കോട്ട് തീറ്റ. ടാൻ 90 - 18 കോട്ട് 18 ഇൻറ്റു സീക്സ് സ്ക്വയർ 68. ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ. ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ 1 ഇൻറ്റു കോസ് സ്ക്വയർ 22 പ്ലസ് ഈ കോട്ട് 18 കോട്ട് 18 വെട്ടിപ്പോയി ഡിവൈഡ് ബൈ 1 സീക്സ് സ്ക്വയർ 68.
1/sec² 68. cos² 68 ഉണ്ട് പ്ലസ് 1/sec² 68 ഉണ്ട്. 1/sec² എന്ന് പറയുമ്പോൾ എന്തായി cos²ആയില്ലേ. സോ cos² 22 പ്ലസ് 1/sec² 68 എന്ന് പറയുമ്പോൾ എന്തായി sec എന്ന് പറയുമ്പോൾ cos എന്ന് പറയുമ്പോൾ 1/sec അല്ലേ. സോ sec² എന്ന് പറയുമ്പോൾ എന്താവും cos² ആവൂലേ. cos² 68 cos² 22 പ്ലസ് cos² 68. ഇവിടെ എത്തുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും സ്റ്റെക്കായിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇതുവരെ tan 90 മൈനസ് തീറ്റയും cot 90 മൈനസ് തീറ്റ അല്ലേ പഠിച്ചത്. ഇവിടെ എത്തുമ്പോൾ നമ്മളൊരു പോയിന്റ് കൂടി പഠിച്ചു വയ്ക്കുക. cos 90 മൈനസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. cos 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു, ഞാൻ തീറ്റ ഒക്കെ എഴുതി കുളമാക്കിയിട്ടുണ്ട്, 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. ഒന്ന് മാറ്റി നോക്കിയേ, cos² 22 പ്ലസ് കോസിന് എങ്ങനെ മാറ്റാം, cos² 90 മൈനസ് 22 അല്ലേ. 90 മൈനസ് 22 അല്ലേ 68. 90 മൈനസ് 22 cos 90 മൈനസ് തീറ്റ എന്താണ് സൈൻ തീറ്റ അല്ലേ. cos² 22 പ്ലസ് sin² 22 ഈക്വൽ ടു cos² തീറ്റ പ്ലസ് sin² തീറ്റ 1 അല്ലേ. ഇവിടെ വരെ ഓക്കെ ആയിരിക്കും. ഈ cos² 68 ആണ്. cos² 68 cos 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റയാണ്. cos 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ആയതുകൊണ്ട് cos² എന്ന് മാറ്റി നമ്മൾ cos 68 എങ്ങനെ മാറ്റി എഴുതി, 90 മൈനസ് 22 എന്നാക്കി, 90 മൈനസ് 22 എന്നാക്കി. സോ cos² 90 മൈനസ് 22 എന്താണ് sin² 22. cos 90 മൈനസ് 22 sin 22. ഇനി ഇവിടെ മാറ്റി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇതിലേതെങ്കിലും ഒന്നിൽ മാറ്റിയാൽ മതി. അപ്പോൾ എന്തായി cos² 22 പ്ലസ് sin² 22 cos² തീറ്റ പ്ലസ് sin² തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇനി ഇവിടെയാണ് മാറുന്ന വെച്ചാൽ എന്തായിരിക്കും, cos² 68 പ്ലസ് sin² 68 ഇസ് ഈക്വൽ ടു അതും 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ പാർട്ട് 4 എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നവരോട് ഒരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വളരെ ഈസിയാണെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ നോക്കുക. പാർട്ട് 4 ആദ്യമായിട്ട് കാണണമെങ്കിൽ പാർട്ട് 1, 2, 3 ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് പാർട്ട് 4ലേക്ക് വരിക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അടുത്ത പാർട്ടുകൾ വരുന്നുണ്ട്, കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ പാർട്ട് 1, 2 പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പാർട്ട് 1ഉം 2ഉം പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഷുവറായിട്ട് നേടാം. പാർട്ട് 3, 4, 5, 6 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് നേടാം. അങ്ങനെ പാർട്ട് 1 to 6 വരെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാർക്ക് ഷുവറായിട്ട് നേടാൻ പറ്റും. ചിലപ്പോൾ കുറച്ചും കൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ആ 3 മാർക്കിൽ നിന്ന് 2 മാർക്ക് എന്തായാലും നേടാം. ഓക്കെ, നമുക്ക് എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതുവരെയുള്ള പ്രീവിയസ് പ്രീവിയസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാണ് 3 മാർക്ക് ഈ ഒരു ചാപ്റ്റർ വൈസിൽ നമുക്ക് നേടാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോസ് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പാർട്ട് 5 കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.